പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീകൾക്ക് വരുന്നതാണ് നടുവേദനയുടെ പ്രശ്നം. അത് ആ സമയത്ത് നോക്കാത്തോണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നടുവേദനകൾ നമുക്ക് പൂർണ്ണമായിട്ടും ഭേദമാക്കാനായിട്ട് സാധിക്കുമോ? അങ്ങനെ തീർച്ചയായിട്ടും. 2, 3 കാരണങ്ങൾ കൊണ്ടാണ് ഗർഭിണികളായ സ്ത്രീകള് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ശരിക്കും നടുവേദന ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് ഉം. പറയുന്നത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെൽവിക് ബോൺ വികസിച്ചിട്ട് ഉം. പിന്നെ അത് പൂർവ്വസ്ഥിതിയിൽ ഉണ്ടാകാത്തത്. ഉം. രണ്ടാമത് വയറ് കൂടിയിട്ട് സ്വാഭാവികമായിട്ട് വയറുണ്ടാവുമല്ലോ. ഉം. വയറുണ്ടായിട്ട് ആ വയറ് പൂർവ്വസ്ഥിതിയിൽ വരാത്തത്. ഉം. ഇതൊക്കെ കൊണ്ട് ഉം. ശരിക്ക് നടുവേദന ഉണ്ടാകാം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് തടിക്കണം എന്നുള്ളൊരു സംസ്കാരം നമ്മുടെ മലയാളികൾക്കുണ്ട്. അതെ. അപ്പോൾ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ഭക്ഷണമൊക്കെ ആ. കഴിച്ചിട്ട് നന്നായിട്ട് തടിക്കും. ഉം. തടിക്കുന്നതോടുകൂടി വയറൊക്കെ കൂടും. അതോടൊപ്പം തന്നെ ബട്ടക്സ് ഒക്കെ കൂടും. അതെ. അത്തരം ആളുകൾക്ക് സ്വാഭാവികമായിട്ടും നടുവേദന ഉണ്ടാവും. ഉം. അപ്പോൾ അത് എന്താണോ ഉള്ളത് എന്ന് നോക്കിയിട്ട് അത് പരിഹരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം മാറും. ഉം. ചിലപ്പോൾ ഈ ഗർഭിണിയായിരുന്ന സമയത്ത് വയറ് വലുതാകുമ്പോൾ സ്വാഭാവികമായിട്ട് എസ് വളവ് രൂപപ്പെടും. വയറിലെ അതെ. നട്ടലിൻ്റെ ആ ഭാഗത്ത് എസ് വളവ് രൂപപ്പെടും. ഉം. ഈ രൂപപ്പെട്ട എസ് വളവ് പൂർവ്വസ്ഥിതിയിലേക്ക് വരാതിരിക്കും. ഉം. പൂർവ്വസ്ഥിതിയിലേക്ക് വരാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നടുവേദന ഉണ്ടാവും. ഉം. അവർക്ക് ആ എസ് വളവ് പരിഹരിച്ചു കൊടുക്കുന്നതോടുകൂടി അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അങ്ങനെ വിവിധതരം വിഷയങ്ങൾ കൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ ഈ ഒരു 3 മാസം ഫുൾ റെസ്റ്റ് പറയുന്നുണ്ടല്ലോ. അതായത് എങ്ങും കിടന്ന് തന്നെ ബെഡിൽ കിടന്ന് തന്നെ റെസ്റ്റ് എടുക്കണമെന്ന് പറയും. എനിക്ക് തോന്നുന്നു അത് എടുക്കാത്ത ആൾക്കാർക്ക് കൂടുതൽ ഇത് വരുന്നുണ്ടെന്ന്. അങ്ങനെ അത് ശരിക്ക് പറയാനാണെങ്കിൽ മലയാളികളുടെ കൺസെപ്റ്റാണ് ഉം. ശരിക്ക് ഡെലിവറിക്ക് ശേഷം റെസ്റ്റ് വേണം എന്നുള്ളത് മലയാളികളുടെ ഉം. കൺസെപ്റ്റാണ്. രണ്ടാമത് മാറി വന്ന ഒരു ജീവിത സാഹചര്യങ്ങളുണ്ടല്ലോ. അതെ. പണ്ട് കാലത്ത് അതൊന്നും ആവശ്യമില്ലായിരുന്നു. റെസ്റ്റിന്റെ ആവശ്യമേ പണ്ട് കാലത്ത് വേണ്ടായിരുന്നു. ഉം. അവർ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അവർ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് പോകുമായിരുന്നു. ഉം. ഇന്ന് വന്ന ജീവിതത്തിന്റെ ഒരു മാറി വന്ന ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ഉം. സ്വാഭാവികമായിട്ട് റെസ്റ്റ് വേണം. ആ റെസ്റ്റ് ഇല്ലാതിരിക്കുമ്പോഴും ഈ പ്രശ്നം ഉണ്ടാവും. മാറി വന്ന ജീവിത സാഹചര്യം ആയതുകൊണ്ടാണ് റെസ്റ്റ് വേണമെന്ന് പറയുന്നത്. ഉം. അപ്പോൾ റെസ്റ്റ് ഇല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. കാരണം മൂവ്മെന്റ് ഇല്ലല്ലോ. അതെ. മനുഷ്യനെ നടക്കുക ഇരിക്കുക പോലെയുള്ള മൂവ്മെന്റുകളേ ഇല്ല. അതെ. നമ്മൾ എപ്പോഴാണ് തറയിലിരിക്കുന്നത്? അതെ. തറയിൽ എത്ര നേരം നമ്മൾ ഇരിക്കും? ഇരിക്കും. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. പണ്ട് കാലത്ത് ഗർഭിണികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. ഉം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് റെസ്റ്റിന്റെ ആവശ്യമില്ലായിരുന്നു. ഇന്നത്തെ സ്ത്രീകൾക്ക് റെസ്റ്റിന്റെ ആവശ്യമുണ്ട്. ഈ നടുവേദനയ്ക്ക് യോഗ അങ്ങനെയുള്ള എന്തെങ്കിലും തീർച്ചയായിട്ടും നടുവേദനയ്ക്ക് യോഗ തെറാപ്പി ഉണ്ട്. ഉം. വിവിധതരം ഒരു 7-8 തരം യോഗ ആസനങ്ങളുണ്ട്, ഉം. എക്സസൈസുകളുണ്ട്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നടുവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടും. അത് മാത്രമല്ല അലൈൻമെന്റുകൾ പരിഹരിക്കുകയും ചെയ്യുകയും ചെയ്യും. ഡിസ്ക് ബൾജിങ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും.